ഹലോ, ഇന്ന് നമ്മൾ ഇൻവിസിബിൾ ചെയിൻ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 6 mm പേൾ ബീഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്നത്. ഗ്യാപ്പിട്ട് ഓരോ മുത്തുകളിട്ട് ഗിയർ ലോക്കിട്ട് ചെയ്യുന്ന ഒരു സാധാ ഒരു മുത്തുമാല എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇൻവിസിബിളിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ 2 രീതിയിൽ ഇടാൻ പറ്റുന്ന കണക്കാണ് ഈ ചെയിൻ യൂസ് ചെയ്തത്. ഈ ചെയിൻ ഉണ്ടാക്കിയതെങ്കിലും സെക്കൻഡ് മോഡൽ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ റെക്കോർഡഡ് ആയിട്ടില്ല. വീഡിയോ സ്റ്റോപ്പായി പോയായിരുന്നു മെമ്മറി ഇഷ്യൂ കാരണം. അത് ഞാൻ അറിഞ്ഞില്ല. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിതിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക, കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ഇൻവിസിബിൾ ചെയിൻ എടുത്ത് ഈക്വലി 2 അറ്റവും പിടിച്ച് നടുക്ക് നോക്കി 2 ഗിയർ ലോക്ക് ഇട്ട് ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് 2 സൈഡിലും ഓരോ പേൾ ഇട്ട് അതിന് സൈഡിൽ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തു. അങ്ങനെ ഗ്യാപ്പിട്ട് ഒരു ഏകദേശം 8 പേൾ ബോൾസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗിയർ ലോക്ക് 2 സൈഡിലിട്ട് ലോക്കും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എൻഡിൽ നമ്മൾ ഫിഷ് ലോക്ക് ഇടാതെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വയർ കുറച്ച് ലോങ് ആയിട്ട് തന്നെയാണ് എടുത്തത്. എന്നിട്ട് തലയിൽ കൂടി ഇടാൻ പറ്റുന്ന രീതിയിൽ ആ ലെങ്ത്ത് ഒപ്പിച്ചിട്ട് 2 ഗിയർ വയറിൻ്റെ അറ്റവും ഒരുമിച്ച് ഒരു ഗിയർ ലോക്കിൽ കൂടെ കയറ്റി സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് തലയിൽ കൂടെ ഊരാൻ പറ്റുന്ന രീതിയിൽ എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് ആ ഗിയർ ഞാൻ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അതിൽ വീണ്ടും ബോൾ ഇട്ട് ലാസ്റ്റ് 2 വയറിങ്ങിൻ്റെ എൻഡിൽ കുറച്ച് ലോറിയൽസ് ഇട്ട് ഹാങ് ചെയ്ത് ലോക്ക് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എൻഡിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി ഒരു മാല കൂടി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. ഞാൻ ഇപ്പോഴും നോക്കുമ്പോഴും കാണുന്നത് നമുക്ക് നോൺ ഫോളോവേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എത്ര പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്. അതേപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ ക്രാഫ്റ്റ് ഐഡിയാസാണ് ഈ ചാനലിൽ വേണ്ടത്? കൂടുതലും ഇൻവിസിബിൾ ചെയിൻ വീഡിയോസ് ഇടുമ്പോഴാണ് വ്യൂസ് കൂടുന്നത്. അല്ലാതെയുള്ള ക്രാഫ്റ്റിനൊന്നും അത്രയും വ്യൂസ് ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ജ്വല്ലറി മേക്കിംഗ് ആണ് കാണാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഇനി പേജിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ക്രാഫ്റ്റൊക്കെ തൽക്കാലത്തേക്ക് പോസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതല്ല, അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഇത് പോസ്റ്റ് ചെയ്ത് 2 വീഡിയോസും മിക്സ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന്. അപ്പം നമുക്ക് ടൈ അപ്പ് ടു ഡ്രീംസിനൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടിയുണ്ട്. ആ പേജിലാണ് ഞാൻ ഈ ഇൻവിസിബിൾ ചെയിൻസൊക്കെ സെയിൽ ചെയ്യാനിടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കമൻസ് പറയുക, കമൻറ്റിട്ട്. അപ്പോഴാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പേൾസ് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലുതാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറിയ ബീഡ്സ് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈ അപ്പ് ടു ഡ്രീംസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ ഞാനിത് കസ്റ്റമൈസ് ചെയ്ത് തരാവുന്നതാണ്. നമുക്കിത് കരിമണിയിലും ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. ഞാൻ കരിമണിയിൽ ഒരു മാല ഇതേപോലെ എൻ്റെ പേഴ്സണൽ യൂസിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ തന്നെ മോഡൽ കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഇത് പേളല്ല, കരിമണിയും അല്ലാതെ വേറെ ഇപ്പോൾ പല ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്, ബബിൾ ബീഡ്സ് ഉണ്ട്, ജെൽ ബീഡ്സ് ഉണ്ട്, അങ്ങനെ പല മോഡൽ ബീഡ്സ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇൻവിസിബിൾ ചെയിൻ വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാനും പറ്റുന്നൊരിതാണ്. ഇതിൻ്റെ മെറ്റീരിയൽസിനൊന്നും അത്രയും റേറ്റും വരുന്നില്ല. അപ്പം ഇതാണിപ്പം ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മാല. നോർമൽ രീതിയിൽ. സെക്കൻഡ് രീതിയിൽ വീഡിയോ മിസ്സായെന്ന് പറയുന്നത് ഈ മോഡലിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഗിയർ ലോക്ക് ചെയ്തിട്ട് ഒരു പേൾ ബീഡിട്ട് കുറച്ച് ലോറിയൽസും കൂടെ ഇട്ടേക്കുന്നതാണിത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.